ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ആദരണീയരായ അധ്യക്ഷർ സയ്യിദ് സ്വാലിഹ് തങ്ങൾ ഹൈദ്രൂസി അവറുകൾ, ബഹുബന്യരായ അബ്ദുൽ മലിക് കോഴിക്കോട് ഖാദി, സഹോദരി പുത്രനായ മുഹമ്മദ് കോയത്തങ്ങൾ, മറ്റു സയ്യിദന്മാർ, പണ്ഡിത മഹത്തുക്കൾ, സദസ്സിലുള്ള പണ്ഡിതന്മാർ, സഹോദരി സഹോദരന്മാർ, മുത്തഹല്ലിം സുഹൃത്തുക്കൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വൈകിയ വേളയിൽ ഒരു സുദീർഘമായ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ ഒന്നിരായ ഖാദിയരോട് നമ്മുടെ സമാപന പ്രാർത്ഥനയ്ക്ക് എത്തിയിട്ടുമുണ്ട്. നാം കേട്ടതുപോലെ അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖാണ് നമ്മെ നാട്ടുകാരെ സംബന്ധിച്ചുകൊണ്ട് ഒരു സയ്യിദിനെ നമുക്ക് കിട്ടി. ആ സയ്യിദിനോടുള്ള കടപ്പാടുകളും നിർവഹിക്കുന്നവരായിട്ടാണ് ഈ കൂടിയ ജനങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അഭിവന്ദരായ ഹുജ്ജത്തുൽ ഉലമ, എൻ്റെ അഭിവന്ദ്യ ഗുരു, ഇപ്പോൾ സംസാരിച്ചത് നാം ശ്രദ്ധാപൂർവം കേട്ടു. മഹാനായ സയ്യിദ് പൂക്കോയത്തങ്ങൾ ഹൈദ്രൂസി എന്ന മഹാമനുഷി നമ്മളിൽ നിന്ന് വിട വാങ്ങിയിട്ട് 20 ആണ്ടാണ് കഴിഞ്ഞിട്ടുള്ളത്. ഒരുവിധം ആളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ സാമീപ്യം കിട്ടിയവരാണ്. അവരെ കൊണ്ടിട്ട് നമുക്ക് പല നേട്ടങ്ങളും നമ്മിൽ ഒരാളായിക്കൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും എല്ലാം അത്താണിയായിക്കൊണ്ട് ജീവിച്ചുകൊണ്ട് നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ തന്ന് വർഷാവർഷം മഹാനവറുകളെ നാം ഓർക്കുന്നത് നമ്മുടെ വളർന്നു വരുന്ന തലമുറ അത് ആ ഓർമ്മ എന്നും അവർക്കും ഉണ്ടായിരിക്കണം. കാരണം ഇത്തരം മഹാന്മാരെ ഓർക്കുമ്പോൾ അവരുടെ ജീവിത ആ വിശുദ്ധിയായ ഇസ്തിഖാമത്തിൻ്റെ ജീവിതം, അവരൊക്കെ ഇങ്ങനെയാണ് ഇവിടെ ജീവിച്ച് കാട്ടിത്തന്നത്. അവരുടെ ആ ഇസ്തിഖാമത്തിൻ്റെ ജീവിതമാണ് നാം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. വലിയ കറാമത്ത് പറഞ്ഞുകൊണ്ട് അതൊന്നുമല്ല. ഒരു വലിയായൊരു മനുഷ്യൻ അവൻ്റെ ഇസ്തിഖാമത്ത്, അള്ളാഹുമായുള്ള ബന്ധം, അള്ളാഹുവോടുള്ള ബന്ധം, ആ ഇസ്തിഖാമത്തിൻ്റെ ജീവിതമാണ് ഏറ്റവും വലിയ ജീവിതം. ഇപ്പം നാം നേരത്തെ കേട്ടതുപോലെ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, സ്വാലിഹീങ്ങൾ ആ ഗണ്ണത്തിൽ പെടുക എന്ന് പറഞ്ഞാൽ സ്വാലിഹീങ്ങളെ നാം ഇഷ്ടപ്പെട്ടാൽ ആ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നാം പെടും. അപ്പോൾ നാം എല്ലാവരും മഹാനവറുകളെ ഓർക്കുമ്പോൾ അവിടെ നിന്നൊക്കെ എങ്ങനെ ജീവിച്ച് ആ ഇസ്തിഖാമത്തിൻ്റെ ജീവിതമാണ് നാം വല്ലാത്തൊരു അവസ്ഥയിലും ഒരു കാലത്തുമാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ബഹുമാനം എടുത്തുപോയി മറ്റുള്ള സ്വയം അവരോധിക്കുന്ന, ആർക്കും ആരെയും ഉപദേശിക്കാൻ പറ്റാത്ത സംഗതി. പണ്ഡിതന്മാർ എന്തെങ്കിലും പറഞ്ഞാൽ, അതിൽ സയ്യിദന്മാർ എന്തെങ്കിലും ദീനിയായ ദഅവത്ത് പറഞ്ഞാൽ അതിനൊക്കെ മറു ചോദ്യങ്ങളും ഉന്നയിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ ഇവിടെ എങ്ങനെയാണ് ജീവിച്ചത്? നമ്മുടെ സയ്യിദന്മാരുടെ നേതൃത്വത്തെയും പണ്ഡിത മഹത്തുക്കളുടെ നേതൃത്വത്തെയും അംഗീകരിച്ചുകൊണ്ട് വളരെ ഐക്യത്തോടും സ്നേഹത്തോടും സന്തോഷത്തോടു കൂടി നാം ജീവിക്കുമ്പോഴേ നമുക്ക് ആ ജീവിതം, അവരുടെ മാതൃക, നാം അവരെങ്ങനെ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ആ ഒരു ഫളീലത്ത് നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു തആല ഇത്തരം മഹാന്മാരുടെ ചര്യകളിലൂടെ സഞ്ചരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.